നാസയുടെ ക്രൂ 11 സംഘം ഉടൻ ഭൂമിയിലെത്തും. 13 മിനിറ്റ് നീളുന്ന ഡി ഓർബിറ്റ് പ്രക്രിയയിലൂടെ കടന്നുപോകുന്ന പേടകം ഉച്ചയ്ക്ക് 2:11 ഭൂമി തൊടും. ഐസൻ ജോസ് ചേരുന്നു. ഐസൻ, വിശദാംശങ്ങൾ. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ്, ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ്. ഈ ദൃശ്യങ്ങളിലൂടെ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് ക്രൂ 11 ഭൂമിയിലേക്ക് വരുന്ന ദൃശ്യങ്ങൾ, അതിൻ്റെ തെർമൽ ക്യാമറ ഉപയോഗിച്ചുകൊണ്ടുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പകർത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ ക്രൂ കൺട്രോൾ ഡിവിഷനും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഏതാണ്ട് 2:11 ലാൻഡിംഗ് നടക്കും. അതായത് കാലിഫോർണിയയിൽ ഉൾക്കടലിൽ അത് വന്നിറങ്ങുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട് ഒരു പാരച്യൂട്ട് വിടർന്നതായി നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ, 2 പാരച്യൂട്ടുകൾ വിടർന്നതായി ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇനിയും 2 പാരച്യൂട്ടുകൾ കൂടി ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വളരെ കൃത്യമായി ഇപ്പോൾ ആ തെർമൽ ക്യാമറയിൽ നിന്നും നമുക്ക് കാണാവുന്ന ദൃശ്യങ്ങളിൽ നിന്നും കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കപ്പൽ, അതായത് ഇത് റിക്കവറി ചെയ്യുന്നതിനുള്ള കപ്പൽ ഉൾപ്പെടെ ഇപ്പോൾ അല്പസമയം മുമ്പ് നമുക്ക് ആ തെർമൽ സാറ്റലൈറ്റ് ക്യാമറയിൽ നിന്ന് കാണാൻ സാധിക്കുകയും ചെയ്തു. ഇനി 2 പാരച്യൂട്ടുകൾ കൂടി ഡിപ്ലോയ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതിനുശേഷമായിരിക്കും കൃത്യമായും ഒരു വളരെ താഴ്ന്ന വേഗതയിൽ കൃത്യമായി കടലിൽ ഈ ബഹിരാകാശ പേടകം ക്രൂ 11 വന്ന് ഇറങ്ങുക, ഡ്രാഗൺ പേടകം വന്ന് ഇറങ്ങുക എന്നാണ് നമുക്ക് നൽകാവുന്ന ഏറ്റവും പുതിയ വിവരം. ഇനി ഇതിൽ പ്രധാനപ്പെട്ടത്, ഇത്രയും പെട്ടെന്ന് ഇത് വാർത്താ പ്രാധാന്യത്തോടെ ഇത്തരത്തിലൊരു തിരിച്ചുവരവ് വന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ 4 പാരച്യൂട്ടുകളും വിടർന്ന ദൃശ്യങ്ങളാണ് കാണാനും സാധിക്കുന്നത്. ഈ 4 പാരച്യൂട്ടുകൾ വിടർന്നതിന് ശേഷം കൃത്യമായ വേഗത നിയന്ത്രിച്ച് താഴെ ഭൂമിയിൽ ഇറങ്ങുന്ന ദൃശ്യങ്ങളിലേക്ക് നമുക്ക് അല്പസമയത്തിനകം എത്താൻ സാധിക്കും. കാലിഫോർണിയയിലെ ഈ തീരക്കടലിൽ വന്ന് അല്ലെങ്കിൽ ഉൾക്കടലിൽ വന്ന് ഇറങ്ങിയതിന് ശേഷം അവിടെ നിന്ന് ഈ ബഹിരാകാശ യാത്രികരെ തിരിച്ചു കൊണ്ടുവരിക, തിരിച്ച് റിക്കവറി ചെയ്യുക എന്നുള്ളതാണ് അടുത്തൊരു ദൗത്യമായുള്ളത്. ഈ ദൃശ്യങ്ങൾ പൂർണ്ണമായും, അതായത് കുറേ കൂടി സാധാരണ ക്യാമറകൾക്ക് ദൃശ്യങ്ങൾ പകർത്താനാകുന്ന ആ ഒരു ലെവലിലെത്തുമ്പോൾ കൂടുതൽ ദൃശ്യമിഴിവോടുകൂടി ഈ കാര്യങ്ങൾ കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ആ അവസ്ഥയിലാണ് താഴെ കാണുന്ന വെളിച്ചം പേടകത്തിൻ്റേതും അതുപോലെ തന്നെ മറ്റ് തെർമൽ ക്യാമറയിലെ ദൃശ്യങ്ങളാണ്. 4 പാരച്യൂട്ടുകൾ വിടർന്ന് കൃത്യമായ വേഗതയിലൂടെ ഇപ്പോൾ കടലിൻ്റെ ചില ഓളങ്ങളൊക്കെ നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട്. ഇത് കൃത്യമായി കടലിൽ വന്ന് ഇറങ്ങുകയാണ് ചെയ്യുക. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഒരു 1.5 മാസം മുമ്പാണ് ഇപ്പോൾ ഈ പേടകം തിരിച്ചിറങ്ങുന്നത്. 1.5 മാസം മുമ്പ് തിരിച്ചിറങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയത്. അക്കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു ബഹിരാകാശ യാത്രികൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളാണ് 4 ബഹിരാകാശ യാത്രികരെയും അടിയന്തരമായി തിരിച്ചു കൊണ്ടുവരേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുകയും ചെയ്തത്. ഇത് നാസയുടെ ചരിത്രത്തിലാദ്യമായാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പ്രവർത്തിയെടുക്കുന്ന അല്ലെങ്കിൽ അവിടെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരുടെ തിരിച്ചുവരവ് കൃത്യമായ കാലാവധിക്ക് മുൻപ്, അതായത് 6.5 മാസത്തിന് മുൻപ് തന്നെ നടക്കുന്നൊരു സാഹചര്യമുണ്ടായത്. ഇപ്പോൾ അല്പസമയത്തിനകം ഇത് ഭൂമിയെ തൊടും അല്ലെങ്കിൽ കടലിലിറങ്ങും. കടലിലിറങ്ങിയതിന് ശേഷം നമ്മൾ പലതവണ കണ്ടിട്ടുള്ളതുപോലെ സുനിത വില്യംസിൻ്റെ കാര്യത്തിലായാലും അതുപോലെ മറ്റുള്ള പല ബഹിരാകാശ യാത്രികരുടെ കാര്യത്തിലായാലും ശുഭാൻഷുവിൻ്റെ കാര്യത്തിലായാലും ഒക്കെ കണ്ടതുപോലെ കൃത്യമായി കടലിലിറങ്ങിയതിന് ശേഷം അവിടുത്തെ പശ്ചാത്തലം പരിശോധിച്ച് ആ ഭാഗത്തേക്ക് കൃത്യമായും സുരക്ഷാ സംവിധാനങ്ങളുടെ കരുതൽ എടുത്തതിന് ശേഷം കൃത്യമായി അവിടെ എത്തി ആ പേടകം റിക്കവർ ചെയ്ത് ഒരു കപ്പലിലേക്ക് കയറ്റുകയാണ് ചെയ്യുക. ആ കപ്പലിലേക്ക് അത് കയറ്റിയതിന് ശേഷം കപ്പലിൻ്റെ ഈ പേടകത്തിൻ്റെ വാതിലുകൾ തുറന്ന് ഓരോരുത്തരെയായി പുറത്തെത്തിക്കും. നമുക്കറിയാവുന്നതാണ്, ബഹിരാകാശത്ത് ഗുരുത്വാകർഷണ ബലമില്ലാത്തൊരു പ്രദേശത്താണ് ഇവർ ജോലി ചെയ്യുന്നത് അല്ലെങ്കിൽ ഇവർ ജീവിച്ചിരുന്നത്. സ്വാഭാവികമായും പൂർണ്ണമായും ഗുരുത്വാകർഷണ ബലമുള്ള ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് അല്ലെങ്കിൽ ഭൂമിയിലേക്ക് എത്തുമ്പോൾ ശരീരത്തിൻ്റെ ഘടകഭാഗങ്ങൾക്കെല്ലാം തന്നെ, അസ്ഥിക്കും അതുപോലെ തന്നെ മസിലുകൾക്കെല്ലാം തന്നെ മറ്റു രീതിയിലുള്ള പ്രത്യേകതകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് കണക്കാക്കിക്കൊണ്ട് ഇവരെ വളരെ കൃത്യമായി സുരക്ഷിതമായി ഭൂമിയിൽ ഇറക്കേണ്ടതുണ്ട്. മറ്റൊരു പ്രധാന വെല്ലുവിളി എന്ന് പറയുന്നത് രോഗബാധിതനായ ഒരു വ്യക്തി കൂടി അതിലുണ്ട് എന്നതാണ്. അത് മറ്റൊരു വെല്ലുവിളി തന്നെയാണ്. നേരത്തെ സംബന്ധിച്ചിടത്തോളം ഈ മറ്റു പേടകങ്ങളെല്ലാം തന്നെ തിരിച്ചിറങ്ങുമ്പോൾ സാമാന്യമായ ബഹിരാകാശ യാത്രികരുടെ ആരോഗ്യസ്ഥിതി അവർക്കുണ്ടായിരുന്നു എന്നതും, എന്നാൽ ഇക്കാര്യത്തിൽ ഇന്ന് മറ്റൊരു വെല്ലുവിളി നേരിടുന്നുണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. അല്പസമയത്തിനകം തന്നെ കുറേ കൂടി മിഴിവായ ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വളരെ കൃത്യമായത് ഭൂമിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഏതാണ്ട് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളനുസരിച്ച് ഏതാണ്ട് 29 കിലോമീറ്റർ സ്പീഡിലേക്ക് കുറഞ്ഞിരിക്കുന്നു. 300 മീറ്റർ ഉയരത്തിൽ, അതായത് കടലിൽ നിന്നും 200 മീറ്റർ ഉയരത്തിൽ ഇപ്പോൾ ഈ പേടകം എത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ഇത് കാലിഫോർണിയയിലാണ് ഇറങ്ങുന്നത്. അവിടെ ഇരുട്ടാണ്, രാത്രി ആയതുകൊണ്ട് തന്നെ ഈ ദൃശ്യങ്ങൾക്ക് മിഴിവോടെ നമുക്ക് കാണാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇനി താഴേക്ക് എത്തിയതിന് ശേഷം, അതായത് നമുക്ക് കൃത്യമായ വെളിച്ച സംവിധാനത്തോടെ പ്രവർത്തിക്കുന്ന ക്യാമറകൾ ഉപയോഗിച്ച് കുറേ കൂടി മിഴിവാർന്ന ദൃശ്യങ്ങൾ ലഭ്യമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ 100 മീറ്റർ മാത്രമാണ് സമുദ്രനിരപ്പിൽ നിന്നും ഉയരത്തിലുള്ളത്. 100 മീറ്റർ ഉയരത്തിൽ സമുദ്രനിരപ്പിൽ നിന്നും
നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഇറങ്ങി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് അവിടെ ഇറങ്ങി എന്നാണ് ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ഇറങ്ങിയതിൻ്റെ സൂചകങ്ങളായി, ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഇറങ്ങിയതിൻ്റെ സൂചകങ്ങളായി പാരച്യൂട്ടുകൾ നിർവീര്യമാക്കപ്പെടുന്ന, അല്ലെങ്കിൽ അതിൻ്റെ പ്രഷർ കുറഞ്ഞ് നിർവീര്യമായി താഴേക്ക് വീഴുന്ന ഒരു ദൃശ്യമാണ് കണ്ടത്. അത് പാരച്യൂട്ടുകൾ പലയിടങ്ങളിലും വീണതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ പേടകം വന്ന് ഇറങ്ങിയതായും ദൃശ്യങ്ങളിൽ നമുക്ക് കൃത്യമായി കാണാനും സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ക്രൂ 11 ഭൂമിയിൽ എത്തിയിരിക്കുന്നു എന്നാണ് നൽകാനാകുന്ന ഏറ്റവും പുതിയ വിവരം. ഇപ്പോൾ അതിൻ്റെ കുറേ കൂടി കൃത്യമാർന്ന ദൃശ്യങ്ങൾ കൂടി ലഭ്യമാകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഈ ഇരുട്ടിലാണെങ്കിൽ കൂടി കൃത്യമായ വെളിച്ച സംവിധാനങ്ങൾ ഉപയോഗിച്ച് കുറേ കൂടി നല്ല വെളിച്ചം അതിൽ ലഭ്യമാകുന്നുണ്ട്. ഭൂമിയെ തൊട്ട് കൃത്യമായി ഇപ്പോൾ ഈ ഭൂമിയെ തൊട്ട് ഈ പേടകം ഭൂമിയിൽ എത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ ഭൂമിയിൽ സമുദ്രത്തിൽ ഇറങ്ങിയിരിക്കുന്നു എന്നാണ് നൽകാനാകുന്ന ഏറ്റവും പുതിയ വിവരം. ഫെബ്രുവരിയിലായിരുന്നു അല്ലേ ഈ സംഘം മടങ്ങേണ്ടിയിരുന്നത്, ദൗത്യ സംഘം, നാസയുടെ ദൗത്യ സംഘം. പക്ഷേ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ആരോഗ്യനില അത് മോശമായതിനെ തുടർന്ന് ഒരാൾക്ക് തിരിച്ച് വരേണ്ടി വരുന്നു. അതുകൊണ്ട് ദൗത്യം പൂർത്തിയാക്കാനാതെ തിരിച്ചെത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ ദൗത്യം പരാജയപ്പെട്ടു എന്ന് പറയാമല്ലേ? അനിലംബിയാർ, ദൗത്യം പരാജയപ്പെടുകയല്ല. യഥാർത്ഥത്തിൽ ദൗത്യം എന്ന് പറയുന്നത് 6 മാസത്തോളമാണ് ബഹിരാകാശ നിലയത്തിൽ ഈ 4 ശാസ്ത്രജ്ഞർ പ്രവർത്തിക്കുക, അല്ലെങ്കിൽ 4 എത്രയാണെങ്കിൽ അത്രയുമുള്ള ശാസ്ത്രജ്ഞർ പ്രവർത്തിക്കുകയും അതിനുവേണ്ടിയുള്ള ശാസ്ത്രജ്ഞർ അവിടെ കഴിയുക. അത്തരത്തിൽ 6 മാസം കൂടുമ്പോൾ ഇവർ തിരിച്ചു വരികയും ഒക്കെ ചെയ്യുകയാണ് ചെയ്യുക. അത്തരത്തിൽ വരേണ്ട ആ കാലഘട്ടത്തിനുള്ളിൽ ഒരാൾക്ക് അസുഖം ബാധിച്ചതോടുകൂടി അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഈ മിഷൻ ഇപ്പോൾ തിരിച്ചിറക്കിയിരിക്കുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നത് ആ പേടകം കടലിൽ വെള്ളത്തിൽ ഉയർന്നു കിടക്കുന്ന ഒരു ദൃശ്യമാണ് കാണുന്നത്. ഇതിൽ നിന്നും ഇനി റിക്കവറി ചെയ്യേണ്ടതുണ്ട്. അതായത് അതിനുള്ളിലുള്ളവരെ പുറത്തെത്തിക്കേണ്ടതുണ്ട്. ദൗത്യം പരാജയപ്പെട്ടു എന്നല്ല, കൃത്യമായ ദൗത്യ പ്രവർത്തനങ്ങൾ നടക്കുന്നു. അതായത് അവിടെ ഗവേഷണം നടക്കുന്നു, ഗവേഷണത്തിനായുള്ള ആളുകളെ കൊണ്ടുപോയതിന് ശേഷം അവരെ തിരിച്ചു കൊണ്ടുവരുന്നു, കാലാവധി കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുവരുന്നു. പക്ഷേ ഈ കാലാവധി പൂർത്തിയാക്കാൻ അവർക്ക് സാധിച്ചില്ല എന്നതാണ് ഇതിൻ്റെ ഒരു പ്രശ്നമായുള്ളത്. അത് ഓഗസ്റ്റിലാണ് ഈ പേടകം അവിടെ ഈ ദൗത്യത്തിന് യാത്രികർ അവിടെ എത്തിയത്. പിന്നീട് ഇപ്പോൾ അവർ തിരിച്ചെത്തിയത് കുറച്ച് നേരത്തെയായി എന്നതിനപ്പുറം ദൗത്യം പരാജയം എന്നൊന്നും പറയാൻ നിലവിലെ സാഹചര്യത്തിൽ അത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങളില്ല. പക്ഷേ കാലാവധി തികച്ചില്ല എന്ന രീതിയിൽ അതൊരു പ്രശ്നമുണ്ട്. പക്ഷേ ഈ ദൗത്യം എന്ന് പറയുന്നത് തിരിച്ചു കൊണ്ടുവരുന്നത് ഡോക്കിംഗ് നടന്നതിന് ശേഷം അൺഡോക്കിംഗ്, അതുപോലെ തന്നെ കൃത്യമായ അൺഡോക്കിംഗ് നടന്ന് ഡിയോർബിറ്റിംഗ് നടന്നിരിക്കുന്നു. അത്തരത്തിലുള്ള ഈ മിഷൻ, ഇവരെ തിരിച്ചു കൊണ്ടുവരുന്ന മിഷൻ വളരെ കൃത്യമായി നടന്നിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ നേരത്തെ കണ്ടതുപോലെ, അല്ലെങ്കിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെ തന്നെ ഈ പേടകം കടലിൽ, അതായത് കാലിഫോർണിയ ഓഫ് കോസ്റ്റിൽ ഇപ്പോൾ ഈ പേടകം ഇറങ്ങിയിരിക്കുന്നു. ഇറങ്ങിയതിന് ശേഷം തൊട്ടടുത്ത് തന്നെ അതിൻ്റെ കപ്പലുണ്ടായിരിക്കും. നേരത്തെ നമ്മൾ കണ്ടതുപോലെ ഏതാണ്ട് 1 കിലോമീറ്റർ ഉയരത്തിൽ നിന്നുള്ള തെർമൽ ക്യാമറ ഉപയോഗിച്ചുള്ള ദൃശ്യങ്ങളിലെല്ലാം തന്നെ ഒരു കപ്പലിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. ആ കപ്പൽ ഒരു റിക്കവറി ഷിപ്പാണ്. ആ റിക്കവറി ഷിപ്പിൽ നിന്നും ചെന്ന് കൃത്യമായും ഈ പേടകത്തെ കപ്പലിലേക്ക് എടുത്തു വെച്ചതിന് ശേഷം കൃത്യമായി ഓരോരുത്തരെ ഇറക്കിക്കൊണ്ടുവരികയാണ് ചെയ്യുക. അത് വലിയൊരു ദൗത്യം തന്നെയാണ്. അതിൽ മെഡിക്കൽ എക്സ്പെർട്ടുകളും എല്ലാം തന്നെ ഉണ്ടായിരിക്കും. ആ മെഡിക്കൽ എക്സ്പെർട്സിൻ്റെ സാന്നിധ്യത്തിലാണ്, അല്ലെങ്കിൽ വൈദ്യശാസ്ത്ര വിദഗ്ധരുടെയും എല്ലാം സാന്നിധ്യത്തിലാണ് ഇവരെ ഓരോരുത്തരെയും പുറത്തിറക്കുമ്പോൾ നമുക്കറിയാവുന്നതാണ് ഈ സ്പേസിൽ ചെല്ലുമ്പോൾ, ബഹിരാകാശത്ത് ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ഒരു നിരവധിയായ പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകളെല്ലാം തന്നെ ശക്തമായ ഗുരുത്വാകർഷണ ബലത്തിൽ അത്ര കാര്യക്ഷമമായി പ്രവർത്തിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ അവരെ സുരക്ഷിതരായി കൊണ്ടുവന്ന് കൃത്യമായൊരു ക്വാറന്റൈൻ ചെയ്ത് 2 ആഴ്ചത്തോളം ക്വാറന്റൈൻ ചെയ്തതിന് ശേഷമായിരിക്കും അവരെ സ്വാഭാവികമായ ജീവിതത്തിലേക്ക് കൊണ്ടുപോവുക. അത് ഫിസിയോതെറാപ്പി ഉൾപ്പെടെയുള്ള ചികിത്സകൾ അല്ലെങ്കിൽ പരിശീലന പരിപാടികൾ ചെയ്തതിന് ശേഷമായിരിക്കും കൊണ്ടുപോവുക. അല്പസമയത്തിനകം ഈ റിക്കവറി കപ്പൽ അങ്ങോട്ട് എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റിക്കവറി കപ്പൽ കൃത്യമായും ആ പരിസരത്തേക്ക് എത്തുന്ന ദൃശ്യങ്ങൾ വൈകാതെ തന്നെ കാണാൻ സാധിക്കും. അല്ലെങ്കിൽ ഒരു ക്രൂ ബോട്ടുകളായിരിക്കും. ചിലപ്പോൾ കപ്പൽ സ്റ്റേഷൻ ചെയ്ത പൊസിഷനിൽ നിന്നും ക്രൂ ബോട്ടുകൾ ചെന്ന് കൃത്യമായും ട്രാക്ക് ചെയ്ത് കൊണ്ടുവരിക, അല്ലെങ്കിൽ അത് ടോ ചെയ്ത് കൊണ്ടുവരികയായിരിക്കും ചെയ്യുക. അതിനുശേഷമായിരിക്കും കൃത്യമായി ഈ പേടകത്തിൻ്റെ ഐഡിയലായ പൊസിഷനിലേക്ക്, അതായത് കപ്പലിൽ ഐഡിയലായി കയറ്റേണ്ട പൊസിഷനിലേക്ക് ഇതിനെ കൊണ്ടുവരികയും പിന്നീട് കൃത്യമായി അതിനെ കയറ്റുകയും ആ കപ്പലിലേക്ക് കയറ്റിയതിന് ശേഷം തുടർ നടപടികളിലേക്ക് നീങ്ങുകയാണ് ചെയ്യുക. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ പൊങ്ങിക്കിടക്കുന്ന ഈ ഫ്ലോട്ട്, അതായത് ഈ ഫണൽ പോലെ നിൽക്കുന്ന ഈ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്ന ഈ പേടകമാണ് ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുന്നത്. ഇതാണ് ക്രൂ 11 പേടകം. അനിലംബിയാർ, അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് ഡ്രാഗൺ എൻഡവർ പേടകം 10.5 മണിക്കൂർ യാത്ര ചെയ്താണ് 2:11 കാലിഫോർണിയ തീരത്ത് കടലിൽ ഇറങ്ങിയത്. പ്രത്യേക ബോട്ട് ഉപയോഗിച്ച് പേടകത്തെ വീണ്ടെടുത്ത് യാത്രികരെ സുരക്ഷിതരായി പുറത്തെടുക്കും. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. തീർച്ചയായും ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഈ പേടകം അല്പസമയത്തിനകം
അല്പസമയത്തിനകം പേടകം റിക്കവർ ചെയ്ത് പേടകം എടുത്തതിന് ശേഷം ആ പേടകം എടുത്ത് കപ്പലിൽ പ്രവേശിപ്പിച്ചതിന് ശേഷമായിരിക്കും തുടർ നടപടികളെല്ലാം തന്നെ. അതായത് ആ പേടകത്തിൽ നിന്നും ആളുകളെ ഇറക്കുക എന്ന ദൗത്യമാണ് ഇതിൽ ഏറ്റവും നിർണായകമായത്. ഇപ്പോൾ സുരക്ഷിതമായി പേടകം വെള്ളത്തിൽ അല്ലെങ്കിൽ കടലിൽ ഇറങ്ങിയിരിക്കുന്നു എന്നാണ് ദൃശ്യങ്ങളിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ഈ കപ്പൽ അങ്ങോട്ട് എത്തും, അല്ലെങ്കിൽ കപ്പലിലേക്ക് കൃത്യമായി ട്രാക്ക് ചെയ്യാനുള്ള ഒരു സാധ്യത തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. നിലവിൽ കടുത്ത ഇരുട്ടായതുകൊണ്ട് തന്നെ ആ പ്രദേശത്ത് ഏത് രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് എന്നൊന്നും ഇപ്പോൾ കാണാൻ സാധിക്കാത്തൊരു സാഹചര്യമുണ്ട്. നേരത്തെ നമുക്ക് അത് സുനിത വില്യംസ് തിരിച്ചു വന്ന സമയത്താണെങ്കിൽ അത് പകലായിരുന്നു തിരിച്ചിറങ്ങിയത്. ആ ഒരു സാഹചര്യത്തിൽ വളരെ കൃത്യമായ ദൃശ്യങ്ങൾ ലഭ്യമായിരുന്നു. മാത്രമല്ല ഈ പേടകത്തിന് ചുറ്റും ഡോൾഫിനുകൾ ഉൾപ്പെടെ അല്ലെങ്കിൽ മത്സ്യങ്ങൾ ഉൾപ്പെടെ സഞ്ചരിക്കുന്ന നീന്തി തുടിക്കുന്ന ദൃശ്യങ്ങളെല്ലാം തന്നെ കാണാനും സാധിച്ചിരുന്നു. അത്രയും മനോഹരമായ ദൃശ്യങ്ങളെല്ലാം തന്നെ കാണാനാകുന്ന ഏറ്റവും ഗംഭീരമായ ഒരു കാഴ്ചയാണ് ഇത്. എങ്കിൽ കൂടി ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന പേടകം റിക്കവർ ചെയ്യുന്നതിനുള്ള ബോട്ട് എത്തിയിട്ടുണ്ട്. ആ ബോട്ടിൽ നിന്നും കൃത്യമായ ഒരു കയർ കെട്ടിയതിന് ശേഷം കയർ കെട്ടിയതിന് ശേഷമായിരിക്കും ആ കയർ കെട്ടി കൃത്യമായി ഒരു പൊസിഷൻ ചെയ്ത് ട്രാക്ക് ചെയ്ത് വലിച്ച് കയറ്റുകയായിരിക്കും വലിയൊരു കപ്പലിലേക്ക്. തൊട്ടടുത്ത് തന്നെ മറ്റൊരു കപ്പൽ ഏതാണ്ട് 100 മീറ്റർ അകലെ ഒരു കപ്പൽ സ്റ്റേഷൻ ചെയ്തിരിക്കും. ആ കപ്പലിലേക്ക് ഇനി പേടകത്തെ കൊണ്ടുവരിക എന്നതാണ് അടുത്ത ദൗത്യം. ഈ കപ്പലിൻ്റെ ട്രാക്കിംഗ് പൊസിഷൻ, അതായത് അതിൻ്റെ ഡോക്ക് ചെയ്തിരുന്ന കപ്പലിനുള്ളിൽ ഇത് ഡോക്ക് ചെയ്യേണ്ടതുണ്ട്. അതായത് കപ്പലിനുള്ളിൽ കയറ്റി വെക്കേണ്ടതുണ്ട് ഈ പേടകം. ആ കയറ്റി വെക്കുന്ന പൊസിഷൻ കൃത്യമായി എത്തിച്ചതിന് ശേഷം കൃത്യമായി വലിച്ചെടുത്ത് ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്തി വെക്കുകയാണ് ചെയ്യുക. ആ പൊസിഷനിലേക്ക് എത്തിക്കുന്നതിനും അതുപോലെ തന്നെ അതിൻ്റെ അവസ്ഥ, അതായത് ഇപ്പോൾ അവരെ പരിശോധിക്കുന്നത് അടിയന്തരമായ പരിശോധന നടത്തുന്നതിന് വേണ്ടി ഈ മുങ്ങൽ വിദഗ്ധരും അതുപോലെ തന്നെ മറ്റു നാവികസേന ഉദ്യോഗസ്ഥരും അത്തരത്തിലുള്ള ട്രെയിൻഡായ ആളുകളായിരിക്കും ആ ബോട്ടിലുണ്ടായിരിക്കുക. അപ്പോൾ ആ ബോട്ടിൽ നിന്നും ഈ പേടകത്തിന് മുകളിലേക്ക് ഒരാൾ കയറുകയും ആ കയറിയതിന് ശേഷം കൃത്യമായി കയർ ബന്ധിക്കുകയുമാണ് ചെയ്യുക. ആ പേടകത്തിലേക്ക് കടക്കുന്നത് നേരെ ഓപ്പോസിറ്റാണ്. അതായത് ഇപ്പോൾ 2 മനുഷ്യർ നിൽക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ നിന്നും ഒരാൾ ഈ പേടകത്തിന് മുകളിലേക്ക് കയറി പേടകത്തിൻ്റെ ട്രാക്ക് ഹുക്കിൽ അത് കയർ കെട്ടുകയും ആ കയർ കെട്ടിയതിന് ശേഷം അത് വലിച്ചു കൊണ്ടുവന്ന് കൃത്യമായ ഒരു പൊസിഷനിലേക്ക് ആക്കുകയുമാണ് ചെയ്യുക. ഇപ്പോൾ പ്രാഥമികമായി അതിൻ്റെ വിൻഡോയിൽ ആ താഴെ കാണുന്ന വെളിച്ചം എന്ന് പറയുന്നത്, താഴെ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്ന വെളിച്ചം, അല്ലെങ്കിൽ ഇപ്പോൾ ഈ പേടകത്തിൻ്റെ കൂർത്ത മുനയുടെ തൊട്ട് താഴെ കാണുന്ന വെളിച്ചം അതിൻ്റെ വിൻഡോകളാണ്. അതിനകത്തുകൂടി കുറേയൊക്കെ കൃത്യമായി അടുത്ത് നിൽക്കുന്നവർക്ക് പേടക യാത്രികരെ കാണാനും സാധിക്കും. ഇപ്പോൾ ആ യാത്രികരുടെ അവസ്ഥ കൃത്യമായി പരിശോധിക്കുന്നു. അവരുമായി വയർലെസ് സംവിധാനങ്ങളിലൂടെ സംസാരിക്കുന്ന സൗകര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ദൃശ്യങ്ങളിൽ തൊട്ടപ്പുറത്ത് കാണുന്ന ചെറിയ ബോട്ടിലെ നാവികർക്ക് കൃത്യമായി സാധിക്കുകയും ചെയ്യും. അവരെല്ലാം ചേർന്നാണ് ഇനി കൃത്യമായത് ട്രാക്ക് ചെയ്യുകയും കെട്ടി ഇവിടേക്ക് കപ്പലിലേക്ക് കൊണ്ടുവരികയും ചെയ്യുക. കപ്പലിലേക്ക് കൊണ്ടുവന്നതിന് ശേഷമാണ് അടുത്ത നടപടികളിലേക്ക് നീങ്ങുക. തീർച്ചയായും ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വളരെ സങ്കീർണമായ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സങ്കീർണമായ പ്രവർത്തനം എന്ന് പറയുന്നത് അതിൻ്റെ റിസ്ക് തന്നെയാണ്. പേടകത്തിൽ എത്തിയവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതെല്ലാം തന്നെ കൃത്യമായി ട്രാക്കിംഗ് സ്റ്റേഷനുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവർ. അതുകൊണ്ട് തന്നെ അതിനകത്ത് നടക്കുന്നത് എന്തെന്ന് കൃത്യമായും അതിൻ്റെ നിയന്ത്രണത്തിലുള്ള എല്ലാവർക്കും അറിയാൻ സാധിക്കുമെങ്കിലും അതിൻ്റെ നേരിട്ട് ഇപ്പോൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നത് തൊട്ടടുത്ത ദൃശ്യങ്ങളിൽ മറ്റൊരു ബോട്ട് കൂടി വന്നതായി കാണാൻ സാധിക്കുന്നുണ്ട്. അത്തരത്തിൽ 2 ബോട്ടുകളും അല്ലെങ്കിൽ അതിനാവശ്യമായ ബോട്ടുകളാണ് അടുത്തേക്ക് വരിക. പല കാര്യങ്ങളും പരിശോധിക്കേണ്ടതുണ്ട്. നമുക്കറിയാം ഇതിനകത്ത് ഇന്ധനമുണ്ടാകും, വലിയ അളവിൽ പ്രൊപ്പല്ലൻറ്റുകൾ ഉണ്ടാവും. ഈ പ്രൊപ്പല്ലൻറ്റുകളെല്ലാം തന്നെ വെള്ളത്തിൽ പടർന്നിട്ടുണ്ടെങ്കിൽ അവിടേക്ക് വരുമ്പോൾ അത് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അത് പേടകത്തിന് മുകളിലേക്ക് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു നാവികൻ കയറുന്നുണ്ട്. കയറിയതിന് ശേഷം അദ്ദേഹം കയർ ബന്ധിക്കുകയാണ് ചെയ്യുക. ആ നാവികൻ കയറുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. അദ്ദേഹം തൻ്റെ കയ്യിലുള്ള കയർ അവിടെ ബന്ധിക്കാനുള്ള നീക്കങ്ങൾ ഇപ്പോൾ ദൃശ്യങ്ങൾ കൃത്യമായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിനുശേഷം ആ പേടകത്തെ കൃത്യമായും തിരിച്ചു കൊണ്ടുവരുന്നതിന് അതിന് മുകളിലേക്ക് അദ്ദേഹം എത്തുകയാണ് ചെയ്തിരിക്കുന്നത്. ഇനി കുറേ കൂടി ആ പേടകത്തിൽ നിന്നും ആ ബോട്ടിലേക്ക് അത് കണക്ട് ചെയ്യുന്നതിനുള്ള നീക്കങ്ങൾ നടത്തുന്നു. അത്തരത്തിൽ ഒന്നൊന്നായുള്ള പരിപാടികൾ പുരോഗമിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ വെള്ളത്തിൽ പ്രൊപ്പല്ലൻറ്റുകൾ കലർന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് വലിയ രീതിയിൽ വൊളറ്റൈലായാൽ അത് വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കുകയും ആവിയായി പോവുകയും ചെയ്യുന്ന ഇന്ധനമായിരിക്കും ഇതിൽ ഉപയോഗിക്കുക. അത്തരത്തിലുള്ള ആ സ്വഭാവമുള്ള ഇന്ധനമായതുകൊണ്ട് തന്നെ അത് ഏതെങ്കിലും തരത്തിൽ ലീക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ളിലുള്ളവർക്ക് അത് സുരക്ഷിതത്വം ഉറപ്പാക്കുന്നുണ്ട് എങ്കിൽ കൂടി നിലവിൽ അതിന് പുറത്ത് നിൽക്കുന്നവർക്ക് അത് വെല്ലുവിളികൾ സൃഷ്ടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഈ പേടകം വന്നിറങ്ങിയ പ്രദേശത്തെ വെള്ളത്തിൻ്റെ ഒരു കെമിക്കൽ വാല്യുവേഷൻ അടക്കം പരിശോധിച്ചതിന് ശേഷമായിരിക്കും ഈ പേടകത്തിനടുത്തേക്ക് കുറേ കൂടി മനുഷ്യർ സുരക്ഷിതരായി എത്തേണ്ട ഒരു സൗകര്യം ഒരുക്കേണ്ടത്. ആ ഒരു സാഹചര്യത്തിൽ കൃത്യമായും ആ പേടകത്തിനടുത്തേക്ക് ചെല്ലുന്നതിനുള്ള നടപടികൾ ആരംഭിക്കുന്നതിനും കുറച്ച് സമയമെടുക്കും. ആ പേടകത്തിൽ നിന്നും ഓയിൽ പ്രൊപ്പല്ലൻ്റ് ലീക്ക് ചെയ്തിട്ടുണ്ടോ അത് കൃത്യമായി അവിടെ ട്രാക്കിംഗ് സ്റ്റേഷനിൽ അറിയാൻ സാധിക്കുമെങ്കിലും അതിൻ്റെ നിയന്ത്രണ പരിധിക്ക് അപ്പുറം
എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം തന്നെ കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട്. നമുക്ക് അറിയാവുന്നതാണ് ഇത്തരത്തിലുള്ള പല മലയാളികൾ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള വെല്ലുവിളികൾ നേരിടുന്ന സാഹചര്യങ്ങളിൽ റിക്കവറി പ്രോസസ്സിൽ ഏർപ്പെട്ട് അവരുടെ അനുഭവങ്ങൾ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അത്തരത്തിൽ ഈ വെള്ളത്തിൻ്റെ പരിശോധന ഉൾപ്പെടെ നടത്തിയതിന് ശേഷം അപകടമില്ല എന്ന് ഉറപ്പിച്ചതിന് ശേഷമായിരിക്കും അവിടേക്ക് ചെല്ലുക. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അപകടമുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കേണ്ടി വരും. ഈ റിക്കവറി ചെയ്യാൻ പോകുന്നവർക്ക് അതല്ലെങ്കിൽ ഈ ബോട്ടിലുള്ള നാവികർക്കെല്ലാം തന്നെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ കൂടി പൂർത്തിയായതിന് ശേഷമായിരിക്കും റിക്കവറി നടപടികളിലേക്ക് നീങ്ങുക. ഇപ്പോൾ ട്രാക്കിങ്ങിനുള്ള കയർ കെട്ടിയിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ പരിശോധനകൾ പൂർണ്ണമാണ്. ഈ ചെറിയ റിജിഡ് ഇൻഫ്ലേറ്റബിൾ ബോട്ട് എന്നൊക്കെ പറയുന്ന ഈ ബോട്ട് ഇപ്പോൾ അതിന് ചുറ്റും സഞ്ചരിച്ച് കൃത്യമായും എല്ലാ കാര്യങ്ങളും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനുശേഷം അല്പസമയത്തിനകം തന്നെ ഇത് തിരിച്ച് ആ കപ്പലിലേക്ക് കയറ്റുന്നതിനുള്ള നടപടികൾ പൂർത്തിയാകും. ഇപ്പോൾ ട്രാക്ക് ചെയ്തിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ കയർ ബോട്ടിൽ ബന്ധിച്ചിരിക്കുന്നു എന്നാണ് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. കയർ അല്ലെങ്കിൽ ആ ടേപ്പ് പോലുള്ള സംവിധാനം ബോട്ടിൽ ബന്ധിച്ചിരിക്കുകയാണ്. ഇനി അല്പസമയത്തിനകം തന്നെ ഇത് വലിച്ചു കൊണ്ടുവരാനുള്ള നീക്കങ്ങളും അതുപോലെ തന്നെ ആ കപ്പലിലേക്ക് കയറ്റാനുള്ള നീക്കങ്ങളും ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. അനിൽ നമ്പ്യാർ.